പുതിയ KL90 രജിസ്ട്രേഷൻ സീരീസ് പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു. കേരള മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1989 ഭേദഗതി ചെയ്തുകൊണ്ട് ഗതാഗത വകുപ്പ് ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. ഏറ്റവും പുതിയ റിപ്പോർട്ടുകളനുസരിച്ച് ഈ പുതിയ സീരീസ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നു. ഈ പുതിയ സംവിധാനം സർക്കാർ വാഹനങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാനും വാഹനങ്ങളുടെ ദുരുപയോഗം നിയന്ത്രിക്കാനും സർക്കാരിന്റെ വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുക്കാനും സഹായിക്കുമെന്നാണ് കരുതുന്നത്. KSRTCയുടെ വാഹനങ്ങൾക്ക് നിലവിലുള്ള KL15 എന്ന രജിസ്ട്രേഷൻ സീരീസ് തുടരും. നിയമപരമായ മാറ്റം. മോട്ടോർ വാഹന നിയമത്തിൽ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഇതിനനുസരിച്ചുള്ള ഭേദഗതിക്ക് കരട് വിജ്ഞാപനം ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങി. ലക്ഷ്യം: 1. സർക്കാർ വാഹനങ്ങളെ കൃത്യമായി തിരിച്ചറിയുക. 2. സ്വകാര്യ വാഹനങ്ങളിൽ സർക്കാർ ബോർഡ് വെച്ചുള്ള യാത്ര, മിസ്യൂസ് ഓഫ് ഗവൺമെന്റ് ബോർഡ്സ് ഓൺ പ്രൈവറ്റ് വെഹിക്കിൾസ് തടയുക. പുതിയ സംസ്ഥാന സർക്കാർ വാഹനങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് വെഹിക്കിൾസ് KL90, KL90D. കേന്ദ്ര സർക്കാർ വാഹനങ്ങൾ, സെൻട്രൽ ഗവൺമെന്റ് വെഹിക്കിൾസ് KL90A, KL90E. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെഹിക്കിൾസ് KL90B, KL90F.